പ്രിയ ദൈവ പൈതലേ, മാനുഷിക ചിന്തകൾ കൊണ്ട് നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നീയായിട്ട് മുരടിപ്പിച്ച് കളയരുത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ മേൽ വാഗ്ദത്തം പറഞ്ഞ ദൈവം ശ്രേഷ്ഠമായി നിലനിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഈ മനുഷ്യൻ അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ദൈവമേ, എൻ്റെ കൂടെയുള്ള എലയാസർ മതി, വേറെ ആരും അറിയില്ല, നമ്മൾ മാത്രമേ ഈ കാര്യം അറിയത്തുള്ളൂ. പ്രിയരെ, എന്താ അവിടെ സംഭവിക്കുന്നത്? കർത്തൻ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, എലയാസർ അല്ല, നിന്റെ രക്തത്തിൽ നിന്ന് പുറത്തു വരുന്ന വാഗ്ദത്ത തലമുറ അത് പുറത്തു വരികയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അന്ന് അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ എലയാസറാണ് അടുത്ത അവകാശി എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും? ഒന്ന് ശ്രദ്ധിച്ചേ. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന ഗണത്തിലേക്ക് എണ്ണപ്പെടുമോ? ഇല്ല. അടുത്തതോ, പിന്നീട് കടന്നു വരുന്നത് മുഴുവൻ ദാസ്യത്വത്തിൻ്റെ വലിയൊരു മനോഭാവമാകത്തില്ലേ? വാഗ്ദത്തം ചെയ്ത ദൈവം നിലനിൽക്കുമ്പോൾ തന്നെ ദാസ്യത്വം പ്രബലപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഈ ദിവസം വിളിച്ചു പറ, മാനുഷികമായ ആലോചനകളല്ല, ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് എന്നിൽ നിറപടിയായി നടക്കേണ്ടുന്നത്. ഒരിക്കൽ ദാവീദിൻ്റെ ഉള്ളത്തിലും ഇതുപോലെ ഒരു ചിന്ത കയറി വന്നു. താൻ കരുതി അതൊരു ദൈവിക ആലോചനയാണെന്ന്. പിന്നീട് മാനുഷിക ആലോചനയുടെ പുറകിൽ ദാവീദ് മുമ്പോട്ട് കടന്നുപോയി. വലിയൊരു സെൻസസ് എടുത്തു. അത് വലിയ പരാജയത്തിന് കാരണമായി തീരുവാൻ ഇടയായി. സെൻസസിനകത്തിൽ പേരുള്ള പലരും ദൈവകോപത്തിനകത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇതുപോലെ മാനുഷിക ചിന്ത അല്ല കുഞ്ഞ് നിന്നിൽ നടക്കേണ്ടുന്നത്. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നിന്നിൽ നിറപടിയായി നടക്കുമ്പോൾ അബ്രഹാമിൻ്റെ പേര് മാറിയതുപോലെ, സാറയുടെ പേര് മാറിയതുപോലെ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബജീവിതത്തിലും തലമുറയുടെ ജീവിതത്തിലും വ്യക്തതയേറിയ വ്യത്യാസം അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതിന് ദൈവം കാരണഭൂതനായി ഇറങ്ങി നിൽക്കുമെന്നാണ് ഞാൻ ഈ പ്രഭാതത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിലും വിശ്വാസത്തോടെ വിളിച്ചു പറ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. I bless you in Jesus' name. Amen.